അടിമാലിയിൽ മുന്നറിയിപ്പില്ലാതെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയെന്നാരോപിച്ച് അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഇപ്പോൾ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. പ്രധാനപ്പെട്ട അധ്യാപികയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഡിവിഷൻ നിർത്തലാക്കിയിട്ടില്ലെന്നും നേരത്തെ ഉണ്ടായിരുന്ന നിലയിൽ ക്ലാസുകൾ പ്രവർത്തിക്കുമെന്നും പ്രധാന അധ്യാപിക സേതു ടീച്ചർ പറയുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ അധ്യാപകർ 7 ഡിവിഷനുള്ള അധ്യാപകരേ ഉള്ളൂ. 9 ഡിവിഷനായിട്ട് ഇരുത്തണമെങ്കിൽ അതിനുള്ള അതായത് എക്യുപ്മെൻസും അല്ലെങ്കിൽ അധ്യാപകരെയും അവർ സ്പെഷ്യൽ ഓർഡർ വരി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് അങ്ങനെ തുടരാം. അങ്ങനെ വരികയാണെങ്കിൽ ആ ഉപാധിയിൽ തുടരാം. അടിമാലിയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, പറയൂ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കഴിഞ്ഞു. പക്ഷേ രക്ഷിതാക്കൾ ഇപ്പോഴും ഇവിടെ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ ഡിവിഷൻ നിലനിർത്തും അല്ലെങ്കിൽ തുടരും എന്നുള്ളൊരു അറിയിപ്പ് പ്രധാന അധ്യാപിക നൽകിയിട്ടുണ്ട്. പക്ഷേ അതിന് കൂടുതൽ അധ്യാപകരുടെ ആവശ്യമുണ്ട്. അത് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്പെഷ്യൽ ഓർഡർ വഴി നടപ്പാക്കി കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പുകൂടി നൽകിയിട്ടുണ്ട്. അത് നടപ്പായെങ്കിൽ മാത്രമേ ആ ഡിവിഷൻ അങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും പ്രതിഷേധം അത് വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ്. കാരണം 8 വർഷമായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടികളാണ് ഈ രക്ഷിതാക്കൾ. പറയാവോ, ഇന്ന് പ്രവേശന ഉത്സവമാണെങ്കിൽ ഈ സ്കൂളിലേക്കുള്ള കുട്ടികൾ എവിടെ പോയി? ഇവിടുത്തെ അല്ല, ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇപ്പം ഡിവിഷൻ തുടരാമെന്ന് പ്രധാന അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്. ഈ തുടരുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ഈ പ്രശ്നങ്ങളുമായിട്ട് ഇറങ്ങിയ ഈ കുട്ടികൾക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടാവൂല എന്ന് ഇവർ ഉറപ്പ് നൽകുമോ? തന്നാൽ മാത്രം പോരാ. ഇതിൽ പ്രതിയായിരിക്കുന്ന 2 ടീച്ചർമാരെ ഇവിടുന്ന് സ്ഥലം മാറ്റണം. അല്ലെങ്കിൽ ഡിവാറോ എന്തായാലും കുഴപ്പമില്ല, അവർ ഈ സ്കൂളിൽ നിന്ന് മാറ്റണം. എന്നാലും പിള്ളേർക്ക് സമാധാനമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്തായാലും ഈ അധ്യാപകർക്കെതിരെയുള്ള പ്രതിഷേധം കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമാണ് ഈ ഡിവിഷൻ നിർത്തലാക്കുന്നു, ഇംഗ്ലീഷ് ഡിവിഷൻ നിർത്തലാക്കുന്നു എന്നുള്ള വിവരം ഈ അധ്യാപിക രക്ഷിതാക്കളെ അറിയിക്കുന്നത്. ഈ കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സംവിധാനങ്ങൾ കണ്ടെത്താനോ ഇവർക്ക് കഴിയാൻ സാധിക്കാതെ വന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ അധ്യാപകരുടെ വെർഷൻ കൂടി നമ്മൾ പറയേണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് 9ാം ക്ലാസ്സിന് 2 ഡിവിഷൻ മാത്രമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ മലയാളം ഡിവിഷനിൽ മാത്രം, അതായത് മലയാളം മീഡിയത്തിൽ പഠിക്കാൻ വേണ്ടി മാത്രം 71 കുട്ടികളുണ്ട്. ഈ 71 കുട്ടികളെ മാത്രം വെച്ചുകൊണ്ട് ഒരു ഡിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവരെ 2 ഡിവിഷനാക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പിന്നീടുള്ളത് 9 കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതാണ്. അതിൽ 2 കുട്ടികൾ TC വാങ്ങിപ്പോയി, ഒരു കുട്ടിയും മലയാളം ഡിവിഷനിലേക്ക് മാറുകയും ചെയ്തു. ബാക്കിയുള്ള കുട്ടികൾ 5 പേരാണ്. 5 പേർക്ക് വേണ്ടി മാത്രമായിട്ട് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് നടത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു അഭ്യർത്ഥന പോലെ അവർ നടത്തി എന്നുള്ളതാണ് ഈ അധ്യാപക നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് അംഗീകരിക്കാൻ ഇവർക്ക് അല്ലായിരുന്നു, ഈ രക്ഷിതാക്കൾ തയ്യാറല്ലായിരുന്നു. പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഈ കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും ഇവർ മുന്നോട്ട് വെച്ചൊരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല 8 വർഷമായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ വീണ്ടും മലയാളം മീഡിയത്തിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ പഠനവും അതുപോലെ തന്നെ പരീക്ഷയും ഒക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. എന്തായാലും ഈ രക്ഷിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇവിടെ എത്തിയാണ് ഈ പ്രതിഷേധം നടത്തിയത്. ഈ കുട്ടികൾ എന്തായാലും ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും SFI പ്രവർത്തകരും ഇവിടെ എത്തി പ്രതിഷേധം നടത്തുകയും ചെയ്തു. എന്തായാലും ഈ പ്രതിഷേധക്കാരെ, അതായത് ഈ പ്രധാന അധ്യാപികയുടെ മുറി ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടന്നത്. ആ മുറിയിൽ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച ഈ പ്രതിഷേധക്കാരെ മാറ്റി. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും SFI പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമാധാനപരമായിട്ടുള്ള ചർച്ച അവിടെ നടത്തി ഈ ഡിവിഷൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഏത് സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ ഈ രക്ഷിതാക്കളും നോക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ രക്ഷിതാക്കൾ പറയുന്നൊരു കാര്യം, ഈ കുട്ടികളെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോയി. എങ്ങനെ ചേർക്ക് ഈ വർഷം ഇന്ന് പ്രവേശനോത്സവ കൊച്ചിനെ കൊണ്ടുവന്ന ഇന്ന് ഇല്ലാന്നാ പറഞ്ഞു. ഞങ്ങളാരും അറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ എല്ലാം ഇവര് തീരുമാനിച്ചുണ്ടാക്കി, ഇവർക്കറിയാം നേരത്തെ അടി നടക്കുമെന്ന്. അതിനുവേണ്ടി ഇവരെല്ലാം തീരുമാനിച്ചുണ്ടാക്കിയ പരിപാടിയാണിത്. ചേച്ചി, ഈ സ്കൂളിലെ കുട്ടി എത്ര നാളായിട്ട് പഠിക്കുന്നത്? 8 കൊല്ലമായിട്ട്. 9 സീലെ കൊച്ചിനായിട്ട് ഞാനിപ്പോ വന്നിരിക്കുന്നത്. എന്റെ കൊച്ചു 8 കൊല്ലമായിട്ട് ഇവിടെ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തില് 1 മുതൽ 8 വരെ. ആ കുട്ടിയോടാണ് ഈ പറഞ്ഞേക്കുന്നത് ഇനി ഇംഗ്ലീഷ് മീഡിയം ഇല്ല, മലയാളം മീഡിയത്തിലോട്ട് ചേർത്തോളെ, അല്ലെങ്കിൽ വേറെ ഇംഗ്ലീഷ് മീഡിയം തേടി പോവുക. ഇംഗ്ലീഷ് മീഡിയം ഇവിടെ തുടരാന്ന് പറഞ്ഞിട്ടുണ്ട്. തുടരാന്ന് പറഞ്ഞു, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ നാളെ മുതൽ ഞാൻ എന്ത് വിശ്വസിച്ച് എന്റെ കുട്ടിയും കൂടെ വിടും? ഒരു ടോർച്ചർ ചെയ്യോ എന്ന് പറയാൻ പറ്റുമോ? ടോർച്ചർ ചെയ്യാൻ പറ്റുമോ? ഇവര് ചാപ്റ്റർ എടുത്തില്ല, ചാപ്റ്റർ ക്ലിയർ ചെയ്തില്ല, നമുക്ക് ട്യൂഷൻ വിടാം. ശരി, സമ്മതിച്ചു. എത്ര നാൾ നമ്മൾ ട്യൂഷൻ വിടും? ഈ 2 കൊല്ലം നമുക്ക് ട്യൂഷൻ വിടാൻ പറ്റുമോ? ഈ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രതിഷേധം നടക്കുകയാണ്. പ്രധാന അധ്യാപികയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിരോധിച്ചു. അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയാണ്. ഇംഗ്ലീഷ് ഡിവിഷൻ നിർത്തലാക്കിയതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം. എന്നാൽ ഈ ക്ലാസ് നിർത്തലാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത.